PC ക്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. ഏതൊരു PSC പരീക്ഷയ്ക്കും കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്ന അത്രമാത്രം പ്രാധാന്യമുണ്ട്. കറണ്ട് അഫേഴ്സിൽ നല്ലൊരു സെക്ഷൻ ചോദ്യങ്ങൾ വരാറുണ്ട്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടാണ് ഇപ്പോൾ PSC എപ്പോഴും കറണ്ട് അഫേഴ്സ് ചോദിക്കുന്നത്. ഏത് മാസമാണോ പരീക്ഷ നടക്കുന്നത് അതിന് തൊട്ട് മുമ്പുള്ള മാസത്തെ വരെയുള്ള കറണ്ട് അഫേഴ്സ് പഠിക്കുകയാണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടുന്നതായിരിക്കും. ഈ ഒരു കറണ്ട് അഫേഴ്സിന്റെ ക്ലാസ് അസിസ്റ്റന്റ്, സെയിൽസ്മാന്, മറ്റ് ലബോറട്ടറി അസിസ്റ്റന്റ് അങ്ങനെ ഏതൊരു PSC പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. 2025 കറണ്ട് അഫേഴ്സ് സീരീസ് ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പൊ കറണ്ട് അഫേഴ്സ് സീരീസിന്റെ കറണ്ട് അഫേഴ്സിലൂടെ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മൾ സെറ്റ് ഓഫ് സീരീസ് ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. വരും ദിവസങ്ങളിൽ കൂടുതൽ കറണ്ട് അഫേഴ്സിന്റെ വീഡിയോ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. അപ്പൊ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി നമുക്കൊരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ അസിസ്റ്റന്റ് സെയിൽസ്മാന് വേണ്ടി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി മെറ്റീരിയൽസ് ലഭ്യമാണ്. അപ്പൊ ആർക്കിന് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ അസിസ്റ്റന്റ് സെയിൽസ്മാൻ എന്ന് പറഞ്ഞ് വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതിയാകും. അപ്പൊ നമുക്ക് കറണ്ട് അഫേഴ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട കറണ്ട് അഫേഴ്സ് നോക്കാം. മറക്കണ്ട, ആദ്യമായിട്ട് ചാനൽ കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കണം. വീഡിയോക്ക് ലൈക്ക് അടിക്കാനും വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ കൂടുതൽ കമന്റ്സ് വരുവാണെങ്കിൽ നമ്മൾ ഇതിന്റെ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ സെറ്റ് ഓഫ് സീരീസ്. അപ്പൊ നമുക്ക് കറണ്ട് അഫേഴ്സ്, ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് നോക്കാം. 2025 കറണ്ട് അഫേഴ്സ് ആണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി ആണ് ജയ തിലക്. ആരാണ്? ഇപ്പൊ തന്നെ പഠിച്ചേ, ജയ തിലക്. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ്, 2025 പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് M മുകുന്ദനാണ്. ആരാണ്? M മുകുന്ദൻ. മെയ് 1 എന്ത് ദിനമായിട്ടാണ് ഈ കഴിഞ്ഞ ദിവസം ആചരിച്ചത്? തൊഴിലാളി ദിനമായിട്ടാണ് ആചരിച്ചത്. അടുത്ത ദിവസം അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകൻ ആരായിരുന്നു? ആരാണ്? സണ്ണി തോമസ് ആണ് കേട്ടോ. ആരാണ്? സണ്ണി തോമസ്. പത്മപ്രഭ സാഹിത്യ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. പത്മപ്രഭ സാഹിത്യ പുരസ്കാര ജേതാവ് ആരാണ്? ആലങ്കോട് ലീലാകൃഷ്ണൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ ആലങ് ജോഷിയാണ് കേട്ടോ. ദേശീയ സുരക്ഷാ സമിതി പുതിയ അധ്യക്ഷൻ ആരാണ്? ആലങ് ജോഷിയാണ്. അപ്പൊ സംസ്ഥാനത്തെ 50ാമത്തെ ചീഫ് സെക്രട്ടറി M ജയ തിലക്. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാര ജേതാവ് M മുകുന്ദൻ. ലോക തൊഴിലാളി ദിനം മെയ് 1. അടുത്ത ദിവസം അന്തരിച്ച ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിന്റെ മുഖ്യ പരിശീലകൻ സണ്ണി തോമസ്. പത്മപ്രഭ സാഹിത്യ പുരസ്കാര ജേതാവ് ആലങ്കോട് ലീലാകൃഷ്ണൻ. ദേശീയ സുരക്ഷാ സമിതി അധ്യക്ഷൻ ആലക് ജോഷിയാണ് കേട്ടോ. അടുത്തത്, ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം. ഈ അടുത്തിടെ ലോകാരോഗ്യ സംഘടനയുടെ വയോജന സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ സ്ഥലം ഏതാണ്? കോഴിക്കോടാണ്. 180 രാജ്യങ്ങളുടെ ലോക മധ്യസ്ഥ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം. അപ്പോൾ 180 രാജ്യങ്ങളിൽ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. രാജ്യത്ത് ആദ്യമായി വിമാനത്താവളത്തിൽ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് ഉള്ളത് എവിടെയാണ്? സിയാലിലാണ് കേട്ടോ. രാജ്യത്തെ ആദ്യമായിട്ട് വിമാനത്താവളത്തില് ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് ഉള്ളത് ഈ അടുത്തിടെ വന്നിട്ടുള്ളതാണ്, സിയാലിലാണ്. ലഹരി മോചനത്തിനായിട്ടുള്ള പുതിയ ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതിയാണ് പുനർജനി പദ്ധതി. അപ്പൊ ലഹരി മോചനത്തിനായിട്ടുള്ള പുതിയ ഹോമിയോപ്പതി വകുപ്പിന്റെ പുതിയ പദ്ധതിയുടെ പേരെന്താണ്? പുനർജനി എന്നാണ്. വാഹന സാന്ദ്രതയിൽ രാജ്യത്തിൽ കേരളത്തിന് എത്ര സ്ഥാനമാണ്? വാഹന സാന്ദ്രതയിൽ ഇന്ത്യയില് കേരളത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത് 4 കേട്ടോ. അപ്പൊ ലോക ആരോഗ്യ സംഘടന വയോജന സൗഹൃദ നഗരങ്ങളുടെ പട്ടികയിൽ ഇടം നേടിയ കേരളത്തിലെ ജില്ല കോഴിക്കോടാണ്. 180 രാജ്യങ്ങളുടെ ലോക മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. രാജ്യത്ത് ആദ്യമായി വിമാനത്താവളത്തിൽ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് ഉള്ളത് സിയാലിലാണ്. ലഹരി മോചനത്തിനായിട്ടുള്ള പുതിയ ഹോമിയോപ്പതി വകുപ്പിന്റെ പദ്ധതിയാണ് പുനർജനി പദ്ധതി. വാഹന സാന്ദ്രതയിൽ രാജ്യത്തിന്റെ സ്ഥാനം എത്രയാണ്? വാഹന സാന്ദ്രതയിൽ ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ വനിതകൾ കേണൽ സോഫിയ ഖുറേഷി, വ്യോമിക് സിംഗ് എന്നിവരാണ് ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ വനിതകൾ. സ്കൂളുകളിൽ സ്മാർട്ട് ഫോണും സ്മാർട്ട് വാച്ചും വിലക്കേർപ്പെടുത്തിയ രാജ്യം അബുദാബിയാണ് കേട്ടോ. സ്കൂളുകളിൽ സ്മാർട്ട് ഫോണിനും സ്മാർട്ട് വാച്ചിനും വിലക്കേർപ്പെടുത്തിയ രാജ്യം ഏതാണ്? അബുദാബിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം രോഹിത് ശർമ്മയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്രിക്കറ്റ് താരം ആരാണ്? രോഹിത് ശർമ്മയാണ്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഹൃദ്രോഗം ബാധിച്ച കുട്ടികളെ കണ്ടെത്താനുള്ള പുതിയ പദ്ധതിയാണ് ഹൃദയതാളം. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ഹൃദ്രോഗം ബാധിച്ച കുട്ടികളെ കണ്ടെത്തുന്നതിനുള്ള പുതിയ ആക്രമണ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. ഓപ്പറേഷൻ സിന്ദൂർ എവിടെ നടത്തിയ പദ്ധതിയാണ്? ഇന്ത്യയുടെ സർജിക്കൽ സ്ട്രൈക്ക് ആയിരുന്നു ഓപ്പറേഷൻ സിന്ദൂർ. ഓപ്പറേഷൻ സിന്ദൂർ നേതൃത്വം നൽകിയ വനിതകൾ കേണൽ സോഫിയ ഖുറേഷി, വ്യോമിക് സിംഗ് ആണ്. സ്കൂളുകളിൽ സ്മാർട്ട് ഫോണിനും സ്മാർട്ട് വാച്ചിനും വിലക്കേർപ്പെടുത്തിയ രാജ്യം അബുദാബിയാണ്. ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ച ഇന്ത്യൻ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയാണ്. സംസ്ഥാനത്ത് വിവിധ ജില്ലകളിൽ ഹൃദ്രോഗം ബാധിച്ച കുട്ടികളെ കണ്ടെത്താനുള്ള പദ്ധതിയാണ് ഹൃദയതാളം.
ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ഇന്ത്യ നടത്തിയ സർജിക്കൽ സ്ട്രൈക്ക് ആണ് ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്നത്. അടുത്ത് ഇന്ത്യയിൽ ആദ്യമായി മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കുന്ന പദ്ധതിയാണ് ഏത്? ഗഗനയാൻ. 2027 ആകുമ്പോഴത്തെ പദ്ധതി നടപ്പിലാക്കുന്നതായിരിക്കും. 2025 വേലുത്തമ്പി പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി പേസ് മേക്കർ ശസ്ത്രക്രിയ നടത്തിയ പൂച്ച ലില്ലി എന്ന് പറയുന്ന പൂച്ചയാണ് കേട്ടോ. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയ വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 ഇന്ത്യ നൽകിയിട്ടുള്ള പേരാണ് സുദർശന ചക്ര. അപ്പൊ ഇന്ത്യയിൽ ആദ്യം മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിച്ച പദ്ധതി ഏതാണ്? ഗഗനയാനാണ്. എത്തിക്കാൻ പോകുന്ന പദ്ധതി 2027 പദ്ധതി നടപ്പിലാക്കുന്നത്. 2025 വേലുത്തമ്പി പുരസ്കാര ജേതാവ് ശ്രീകുമാരൻ തമ്പിയാണ്. രാജ്യത്ത് ആദ്യമായി സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരത കൈവരിച്ച സംസ്ഥാനം കേരളമാണ്. ഇന്ത്യയിൽ ആദ്യമായി പേസ് മേക്കർ ശസ്ത്രക്രിയ പൂർത്തിയാക്കിയ പൂച്ച ലില്ലിയാണ്. റഷ്യയിൽ നിന്ന് ഇന്ത്യ വാങ്ങിയിട്ടുള്ള വ്യോമ പ്രതിരോധ സംവിധാനമായിട്ടുള്ള S-400 ഇന്ത്യ നൽകിയിട്ടുള്ള പേര് ഏതാണ്? സുദർശന ചക്ര എന്നതാണ്. കരയിൽ നിന്നും പോർ വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിന്റെ പേരാണ് ബ്രഹ്മോസ്. അപ്പൊ ബ്രഹ്മോസ് നമുക്ക് ഈ അടുത്ത സിന്ദൂറിനിടയിൽ നമ്മൾ എല്ലാവരും ഒന്നോടെ കൂടി കേട്ട പേരാണ് അല്ലെ. കരയിൽ നിന്നും പോർ വിമാനങ്ങളിൽ നിന്നും അന്തർവാഹിനികളിൽ നിന്നും വിക്ഷേപിക്കാൻ സാധിക്കുന്ന സൂപ്പർ സോണിക് ക്രൂയിസ് മിസൈലിന്റെ പേരെന്താണ്? ബ്രഹ്മോസ് എന്താണ്. ഫെഡറൽ ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO KVS മണിയനാണ്. KVS മണിയനാണ് ഫെഡറൽ ബാങ്കിന്റെ പുതിയ MDയും CEOയും. രാജ്യത്തിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസ് ചുമതല വഹിക്കുന്നത് ആരാണ്? ജസ്റ്റിസ് BR ഗവായി ആണ് കേട്ടോ. ജസ്റ്റിസ് BR ഗവായി ആണ് രാജ്യത്തിന്റെ 52ാമത് ചീഫ് ജസ്റ്റിസ് ചുമതല വഹിക്കുന്നത്. കാനഡ വിദേശകാര്യ മന്ത്രിയെ ചുമതലയേറ്റ ഇന്ത്യൻ വംശജ അനിത ആനന്ദാണ്. അനിത ആനന്ദ്. വനത്തിനുള്ളിലോ പുറത്തോ വച്ച് പാമ്പോ തേനീച്ച കടന്നലോ കുത്തിയോ ആക്രമിച്ച് മരണപ്പെട്ടാൽ നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുക 4 ലക്ഷം രൂപയായിരിക്കും കേട്ടോ. അപ്പൊ കരയിൽ നിന്നോ പോർ വിമാനങ്ങളിൽ നിന്നോ അന്തർവാഹിനികളിൽ നിന്നോ വിക്ഷേപിക്കാൻ സാധിക്കുന്ന സൂപ്പർ ക്രൂയിസ് മിസൈൽ ഏതാണ്? ബ്രഹ്മോസ് ആണ്. ഫെഡറൽ ബാങ്കിന്റെ പുതിയ MD ആൻഡ് CEO KVS മണിയനാണ്. രാജ്യത്തിന്റെ 52ാം ചീഫ് ജസ്റ്റിസായി ചുമതലയേറ്റിരിക്കുന്നത് ജസ്റ്റിസ് BR ഗവായി ആണ്. കാനഡയുടെ വിദേശകാര്യ മന്ത്രിയെ ചുമതലയേറ്റ ഇന്ത്യൻ വംശജ അനിത ആനന്ദാണ്. വനത്തിനുള്ളിലോ പുറത്തോ പാമ്പോ തേനീച്ച കടന്ന് എന്നിവയുടെ ആക്രമണത്താൽ മരിച്ചാൽ നഷ്ടപരിഹാരമായിട്ട് ലഭിക്കുക 4 ലക്ഷം രൂപയാണ്. UPSCയുടെ പുതിയ ചെയർമാൻ അജിത് കുമാർ ആണ് കേട്ടോ. UPSCയുടെ പുതിയ ചെയർമാന്റെ പേരെന്താണ്? അജിത് കുമാർ. ജീവിതത്തെ വെല്ലുവിളി നേരിടുന്നവർക്ക് ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന കുടുംബശ്രീ ആവിഷ്കരിച്ച പുതിയ പദ്ധതിയാണ് പ്രത്യാശ. ജീവിതത്തെ വെല്ലുവിളികൾ നേരിടുന്നവർക്കായിട്ട് ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന കുടുംബശ്രീ പുതിയതായിട്ട് ആവിഷ്കരിച്ച പദ്ധതിയുടെ പേരെന്താണ്? രാജ്യത്താണ് ഈ അടുത്തിടെ ചെസ് കളി നിരോധിച്ചത്. എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ് കേട്ടോ. എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ്. അപ്പൊ UPSC ചെയർമാൻ അജിത് കുമാർ ആണ്. ജീവിതത്തെ വെല്ലുവിളികൾ നേരിടുന്നവർക്കായി ഉപജീവന മാർഗം കണ്ടെത്താൻ സഹായിക്കുന്ന കുടുംബശ്രീ ആവിഷ്കരിച്ച പുതിയ പദ്ധതി പ്രത്യാശയാണ്. ഏത് രാജ്യത്താണ് ഈ അടുത്തിടെ ചെസ് കളി നിരോധിച്ചത്? എവിടെയാണ്? അഫ്ഗാനിസ്ഥാനിലാണ് നിരോധിച്ചത്. അപ്പൊ ഇത്രയുമാണ് നമ്മൾ ഇന്ന് ഏറ്റവും ലേറ്റസ്റ്റ് ആയി നോക്കിയിട്ടുള്ള 2025 കുറച്ച് കറണ്ട് അഫേഴ്സ് എന്ന് പറയുന്നത്. ഈ സീരീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണം. തുടർന്നും ഇത് ചെയ്യുന്നതായിരിക്കും. മറക്കണ്ട. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു സോ മച്ച്.